എന്റെ ദൈവമേ, 300 യൂറോ ഈ ബാഗിന്. 300 30,000 രൂപ. എന്താ 30,000 രൂപ മേടിക്കണ്ടല്ലോ. പിന്നെ ചോദ്യം 10% ഓഫ് ഉണ്ട്. അല്ല ഗൈസ്, ഞങ്ങളുടെ ഇവിടെ സമ്മർ തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വഴിയോര കച്ചവടക്കാർ വന്നിട്ട് തുണിയുടെ മെറ്റീരിയലൊക്കെ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കടകൾ. മെറ്റീരിയൽസ് ഉണ്ടോ? ഇഷ്ടംപോലെ മെറ്റീരിയലും സിബ്. ഇതിങ്ങനെ തന്നെ വല്ല ഓർഗനൈസ്ഡ് പരിപാടി ആയിരിക്കുമല്ലോ. ഇന്ന ദിവസം കൂടി ഇന്ന ദിവസം വരെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പരിപാടിയാണ് ഗൈസ്. ഫുള്ള് മെറ്റീരിയലാണ്. എല്ലാം ഈ സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസും കല്ലൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഇത് നടക്കണം ഞങ്ങൾ അറിഞ്ഞില്ല. ബോണിലേക്ക് പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സംഗതി കണ്ടത്. ഇപ്പോൾ 20 ഡിഗ്രിയാണ്. പക്ഷെ എന്നാൽ ചെറിയൊരു മൈൽഡ് തണുപ്പുണ്ട്. എന്താ ഇവിടെ നല്ല ചൂടുണ്ട്. വെയിലത്തല്ല ചൂടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോട്ടെ ബോണെത്തിയിട്ട്. അതെ, ബേബീസ് ഉടുപ്പ്. ഓക്കെ, ബൈ. ട്രാമിലാണ് ഗൈസ്. ദിസ് ഈസ് ദ ട്രാം. ഞങ്ങൾക്ക് ട്രാമിൽ ആദ്യം കയറിയപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്രാമിൽ കയറിപ്പോയി. അതുകൊണ്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഞങ്ങൾ തിരിച്ച് അപ്പുറത്തോടെ ക്രോസ് ചെയ്തു. അപ്പം തന്നെ മറ്റേ ട്രാം വന്നു, ഞങ്ങൾക്ക് പോകുന്ന ട്രാം വന്നു. പിന്നെ ട്രാമിൽ കയറിയിട്ട് ഞങ്ങൾ ബോൺ HBFിന് അടുത്തുള്ള ട്രാം സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കിടക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് പോലൊരു സംഭവം, അവിടെയാണ് പോകുന്നത്. എനിക്കൊരു ഷൂസ് നോക്കണം. പിന്നെ ബോണിൽ മറ്റേ നമ്മുടെ ബേത്തോവൻ്റെ മ്യൂസിയം ഉണ്ട്. പുള്ളി ബോൺകാരനാണ് ബേത്തോവൻ. പിന്നെ അവിടെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. പറ്റുന്നൊക്കെ കാണാൻ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ശരി, പിന്നെ കാണാം. ഗൈസ്, ഇത് ബോണിലെ ഒരു ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് പോലത്തെ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് വണ്ടിയൊന്നുമില്ല. ഇവിടെ ഉള്ളി നടത്തംസ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ഫുൾ ഷോപ്സാണ്. റെസ്റ്റോറൻറ്റ്സും മോള്, പിന്നെ ഇൻഡിവിജ്വൽ ഷോപ്സ്. ഇതിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ഷോപ്സാണെന്ന് തോന്നുന്നു. അവിടെ ആകെ ചീപ്പായിട്ട് ഞങ്ങൾ കണ്ടത് ഇതെന്താണ്, റിച്വൽസ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് പോലെ. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഉണ്ട് അവിടെ. സ്റ്റാർബക്സ്, വാച്ച് കട. ഓ, ടിസോ. ടിസോടെ വില നോക്കടാ. ടിസോ വാച്ചസ്. ദിസ് ഈസ് എ ടിസോ വാച്ച്. അതിൻ്റെ സെയിം ബ്രാൻഡ്. ഓക്കെ, ഞങ്ങൾ ഇതിൻ്റെ വില നോക്കട്ടെ. ആരെങ്കിലും യൂറോപ്പിലേക്ക് വരാൻ തുനിയുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു മാസം എല്ലാ ദിവസവും 5 കിലോമീറ്റർ നടന്നോളൂ. അല്ലേ? ഇല്ലടോ, ആവശ്യം വരില്ലേ? ശരിക്കും ആവശ്യം വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാറുണ്ടെങ്കിലും നമുക്ക് ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് നടത്താം. അല്ലാണ്ട് ഇവിടെ ഒരു നിവർത്തിയില്ല. ഇതാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ. യെസ്, ബോണസ് മച്ച് കൊളോണിസ് വെരി ലാർജ് സിറ്റി. പക്ഷെ ഇവിടുത്തെ കുഴപ്പമെന്നറിയോ, ബോണിനകത്ത് കടകളും റെസ്റ്റോറൻറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അതല്ലാണ്ട് പിന്നെ ഇതിന് ചുറ്റുമുള്ള ഏരിയാസ് ഫുള്ള് ഇതുപോലെ മ്യൂസിയംസ് അങ്ങനത്തെ സംഗതികളൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ അത്ര കോൺസെൻട്രേറ്റ് ആൾക്കാരില്ല. പിന്നെ ഇപ്പോൾ സമ്മർ തുടങ്ങിയ കാരണം
എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്, എല്ലാവരും. ഒരാൾ വീട്ടിലിരിക്കില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നാളെ ഈ കടയൊന്നും ഉണ്ടാവില്ല, സൺഡേ ഹോളിഡേ. അപ്പോൾ എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ സാറ്റർഡേ തന്നെ പറ്റുള്ളൂ, വർക്കിംഗ് ഡേയ്സിലാണെങ്കിലും പറ്റില്ല. ഓ പാർഫം, ഞങ്ങൾ പെർഫ്യൂം നോക്കട്ടെ. ഓക്കെ, കുറച്ച് ട്രൈ നോക്കട്ടെ. സമോസ ആൻഡ് വെജ് പക്കോറ ആൻഡ് ചായ കഴിച്ചിട്ട് വരാം. അല്ല ഗൈസ്, വി ആർ ഇൻ ഷോപ്പിംഗ് മാൾ, ഗാലറി എന്നാണ് പേര്. അത്യാവശ്യം കത്തിയാണ്. നമ്മളതിൻ്റെ അപ്പുറത്ത് വേറെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച്. ഓ ചെറിയൊരു ലെഗോ കൊച്ചിന് വെച്ചിട്ട് കിടത് വെറും 200 യൂറോ ഉള്ളൂ ലെഗോ സെറ്റ്, വെറും 20,000 റുപ്പീസ്. ഇവിടെ ഞങ്ങൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഭാരത്തിന് അവിടെ പൈസ മേടിച്ചില്ല. കുറേ ഉണ്ടല്ലോ, F1 ലെഗോ സെറ്റ്. ഓ ഇതെന്ത് ലെഗോ ലാൻഡാണോ? കംപ്ലീറ്റ് F1 ലെഗോ. ആ എൻ്റെ ദൈവമേ, 300 യൂറോ ഈ ബാഗിന്. 300 30,000 രൂപ. എന്താ അത് 30,000 രൂപ പിന്നെ മേടിക്കണ്ടല്ലോ. എനിക്ക് ചോദ്യം 10% ഓഫ് ഉണ്ട്. വലിയ കാര്യം 10% ഓഫ് ഉണ്ടോ ഗൈസ്? ഇത് ഭയങ്കര ബ്രാൻഡഡ് മോളാണ്. ഇവിടെ എനിക്ക് വേണം എല്ലാം നല്ല കത്തിയാണ്. ഡ്രസ്സാണെങ്കിലും ഷർട്ടിനൊക്കെ 50 യൂറോ, ഇപ്പോൾ 15,000 രൂപ. സ്പ്രേ ആകുമ്പോൾ അതെ, അവിടെ ചേട്ടൻ ബാഗ് മേടിച്ച് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് തരും. പേരൊക്കെ എഴുതി തരും. കുറേ പേര് അതിൻ്റെ വേണ്ടി കഴിക്കുക. ഈ 300 യൂറോയുടെ ബാഗ് മേടിച്ച് അതിൻ്റെ പുറത്തിന് പെയിൻറ്റ് അടിക്കണം. ഇത് കുറേ സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ബട്ട് ഞങ്ങളൊന്നും മേടിക്കുന്നില്ല. ഞങ്ങൾ മേടിച്ചു. ഞാനൊരു ഷൂ മേടിച്ചു, നൈക്കി ഷൂ. പിന്നെ ഒരു ഞങ്ങൾക്ക് ഈ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഈ ബാഗാണ് യൂസ് ചെയ്യാറ്, ഓഫീസിൽ പോകുന്ന ബാഗ്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അതിനകത്ത് നല്ല ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് അതിനകത്ത് പിന്നെ വെള്ളവും പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ കുത്തി കയറ്റിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോവാറ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു 20 യൂറോയ്ക്കൊരു സാധാരണ ഒരു ബ്ലാക്ക് ബാഗ് മേടിച്ചു. അതിനകത്തപ്പോൾ അത്യാവശ്യം ഡെപ്ത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് പോവാം. പിന്നെ വേറെ ഒന്നും എനിക്ക് എടുത്ത് കാണിക്കാനായിട്ട് അങ്ങനെ തോന്നിയില്ല, കാരണം അത്രയ്ക്ക് വലിയ സ്പെഷ്യലായിട്ടുള്ള സാധനം കണ്ടില്ല. ജസ്റ്റ് ട്രാമിൽ കയറി, ട്രാമിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ട്രാമിൽ കൂടെ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം, റൈൻ റിവർ ക്രോസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്കും പ്രത്യേകിച്ചൊന്നും കാണില്ല. ഒരു ഇന്ത്യൻ സമോസക്കട കണ്ടു, മേ ബി അതിൻ്റെ വീഡിയോ എടുക്കാം. നല്ല മണമായിരുന്നു. ഇല്ല, അവിടെ പോയി ഒരു സമോസ കഴിക്കാം, ഒരു ചായയും കുടിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ വ്ളോഗ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും സ്പെഷ്യലാക്കാൻ പറ്റില്ലല്ലോ, എല്ലാ ദിവസവും നമുക്ക് കൊളോൺ തൂക്കി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ സമ്മർ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ സമ്മർ വേഷത്തിലും സമ്മർ ആക്ടിവിറ്റീസും കുറേ പേര് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പുറത്ത്. തണുപ്പാണെങ്കിൽ അവർ അത്രയും പേരൊന്നും ഇറങ്ങില്ല, പക്ഷെ ഇപ്പോൾ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ശരി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ശരി, ഇനി വേറെ എന്തെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ ചറ്റപ്പ ബൈ. ഞങ്ങളിപ്പോൾ ഒരു പാർക്കിലാണ് ഗൈസ്, ഇൻ ദ ബോൺ. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, ലൈക്ക് 22 ഡിഗ്രീസ് ആൻഡ് നല്ല വെയിലുണ്ട്. അപ്പോൾ അത് കാരണം നാട്ടുകാർ മൊത്തം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഷുഡ് നൈസ്. ഇത് എന്ത് സർക്കസ് ആണെന്നാണോ? സർക്കസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല, ഇത് കുറച്ച് നടന്ന് കണ്ടിട്ട് പോയാൽ പോരെ. അതോ ധ്യാനിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ പറയണ മരത്തിനടിയിൽ ധ്യാനിച്ചിരിക്കുകയാണ്. ഇതെന്തോ പാർക്ക് പോലത്തെ സെറ്റപ്പാണ്. ഐ മീൻ എന്തോ ആണ്, എന്തോ. ഓക്കെ, ഞങ്ങൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ.
ഇതാണ് എനിക്ക് ജർമ്മനിയോട് ഇത്ര ഇഷ്ടം. ക്ലാസിക് കാറിൻ്റെ പെരളിയാണ്, പെരളി. 1972 ആണെന്ന് തോന്നുന്നു. 1970s 80s പോർഷ് ആണ് ഇപ്പോൾ പോലെയാണ്. ഓ അപ്പോൾ ഗൈസ്, ഇത് ഏതോ ഭയങ്കര ഫേമസ് ഐസ്ക്രീം കടയാണ്. നല്ല തിരക്കുണ്ട്. അത് കാരണം ഞങ്ങളും കയറി ക്യൂ നിന്നു. പിന്നെ നമ്മൾ ഒരു ക്യൂ കണ്ട കയറി നിൽക്കുമല്ലോ ആസ് ഇന്ത്യൻസ്. അപ്പോൾ അത് കാരണം നമ്മൾ കയറി നിൽക്കുകയാണ്. കയറി മേടിച്ച് കഴിച്ചിട്ട് കാര്യം പറയാം. എത്രയാണ്? 3 യൂറോയാ? അറിയില്ല, കിട്ടും പറയാം. 2.5 യൂറോ. ഓക്കെ, 3 യൂറോ എന്ന് പറയുമ്പോഴത്തേക്കും 210 രൂപ. 210 രൂപയ്ക്ക് ഒരു കോൺ ഐസ്ക്രീം കിട്ടും. അതിനുള്ളത് ഉണ്ടോ എന്ന് നോക്കട്ടെ. നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കും. ഓക്കെ, കിട്ടി ഗൈസ്, കിട്ടി. ദിസ് ഇസ് ലെമൺ സോർബേ ആൻഡ് ഓറഞ്ച് സോർബേ മുകളിൽ. ഇതിൻ്റെ ഏതാണ്? മാംഗോ സോർബേ, അമറീൻ സോർബേ. അതെന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. തിന്ന് നോക്കിയിട്ട് പറയാം ഗൈസ്. എന്തായാലും കൊള്ളാം. എന്തൊക്കെയോ ജാം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തരും 3 യൂറോ 80 സെൻറ്റ്. ഇപ്പോൾ ഏകദേശം 360 രൂപ. വിച്ച് ഇസ് ഓക്കെ. ഫോട്ടോ എടുക്കുന്ന ദാസപ്പൻ. അപ്പോൾ ശരി, കഴിച്ചിട്ട് വരാം. ട്രാമാണ് കഴിച്ച്. ഞങ്ങളുടെ വണ്ടി ഇതല്ല, ഞങ്ങളുടെ വണ്ടി 62 തിരിച്ചു വരാം. ഇത് അപ്പുറത്തെ കണ്ടല്ലേ കൊണ്ട് നിർത്തുള്ളൂ. ഇവിടെ നിർത്തുമോ? ഇതാണ് ശരിക്കും ഞങ്ങളുടെ വണ്ടി. ഇതല്ലേ? എടാ, ഇത് ഗുഡ്സ് വണ്ടിയാടാ. ഇതും ഗുഡ്സ് വണ്ടിയാണ്. വണ്ടി ഒന്നിപ്പഴിച്ച 3 ഇതാണ് 6 തന്നെ. ഓക്കെ, ഞങ്ങൾ കയറട്ടെ. ഓക്കെ, ബൈ. തിരിച്ചെത്തി ഗൈസ്. വി ആർ ബാക്ക് അറ്റ് ദി ടൂറിസ്റ്റ് സ്റ്റേഷൻ. കൊള്ളാം. ബോൺ സിറ്റി ഈസ് വെരി നൈസ്. ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ഷോപ്പിംഗ്, ഫുഡ് അടി സ്ഥലങ്ങളെല്ലാം കോൺസെൻട്രേറ്റഡ് ഇൻ 1 ഏരിയ വിച്ച് ഇസ് ഫുൾ വാക്കബിൾ. അപ്പോൾ ഞങ്ങൾ ബിയോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടുന്ന് ട്രാം എടുത്ത് ഈ ബോൺ മെയിനായിട്ടുള്ള എന്താ അതിനെ പറഞ്ഞ് എനിക്കറിയാൻ പാടില്ല. ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ തന്നെ എല്ലാ സംഗതിയുണ്ട്. നടക്കാവുന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ ഇറ്റ് ഇസ് വെരി നൈസ്. കൊളോണിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പ്രെഡ് ഔട്ടാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം. നമ്മൾ ബസ് തന്നെ പിടിച്ച് പോകണം. അവിടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ട്രാം നമ്മൾ കൊളോൺ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ ട്രാം പിടിച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റോപ്പ്. അപ്പോഴത്തേക്ക് ന്യൂ മാർക്കറ്റ് എത്തും. ന്യൂ മാർക്കറ്റിനകത്ത് പറഞ്ഞ പോലെ ശരണാഭവൻ, പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അവിടെ കുറച്ച് ഷോപ്പിംഗ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. എന്താണെന്നറിയില്ല. ഇന്ത്യൻ സ്റ്റോറൊക്കെ തന്നെ അവിടെ അടുത്ത് തന്നെ ഉണ്ട്. കൊളോണിലാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോർ, ഇന്ത്യൻ സ്റ്റോർ ഞങ്ങൾ പോയിട്ടില്ല. ഏഷ്യൻ സ്റ്റോറിൽ ഇതിനെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് നടക്കണം. അപ്പോൾ ഈ വ്ളോഗ് എത്ര ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വൺ.